എങ്കിലും കൂടെ നടന്നിട്ട് എന്റെ പാവ അച്ഛനെ സേതുമാധവൻ ചതിച്ചു കളഞ്ഞല്ലോ. അറിഞ്ഞിടത്തോളം ഇപ്പൊ നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞു കാണും. ഇനി പഴയ പോലെ ബിസിനസ്സൊക്കെ കിട്ടുമോ എന്ന് സംശയമാണ്. ഇതിനൊക്കെ കാരണക്കാരായവനെ വെറുതെ വിടരുത്. ഇനി ഒരിക്കലും അയാളോടൊപ്പം പാർട്ട്ണർഷിപ്പിന് ബിസിനസ് ചെയ്യാൻ അച്ഛനെ വിടുകയും ചെയ്യരുത്. നമുക്ക് വീട് വരെ ചെന്ന് അച്ഛനൊന്ന് ആശ്വസിപ്പിക്കാം. അമ്മാവനും കൂടെ വാ. അത് അച്ഛന് വലിയൊരു ആശ്വാസമാവും. തകർന്നിരിക്കാവും പാവം. എങ്കിൽ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണാം. നീ വണ്ടി കയറ്. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛാ, അച്ഛാ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് മാപ്പ് തരിക, എന്നെ ദുഃഖിപ്പിച്ചവർ സന്തോഷിച്ചുകൊള്ളുക എന്ന് സ്വന്തം വിനയചന്ദ്രൻ. അച്ഛൻ മരിക്കുമ്പോ അച്ഛന്റെ മനസ്സിൽ എന്തായിരുന്നോ അത് തന്നെയാ ഞാനിപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നേ. നിങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നതൊക്കെ വെറും പലിശ മാത്ര. ഞാനും എന്റെ അനിയത്തി അനുഭവിച്ചെന്റെ പകുതി പോലും നീയൊന്നും അനുഭവിച്ചിട്ടില്ല. വെറുതെ വിടില്ല ഞാൻ ഒന്നിനെ. നോക്കിക്കോ. അവന്തികേ, നീ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, നീ പറയുന്നതെല്ലാം നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നിന്നെ ചതിച്ച് വഴിയാധാരമാക്കാനായിരുന്നു ഉദ്ദേശമെങ്കിൽ നീ ഒരിക്കലും നെല്ലിശ്ശേരി വീട്ടിലേക്ക് വരത്തില്ലായിരുന്നു. എന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അത്രയ്ക്ക് നല്ല മനസ്സുള്ള ആളാ എന്റെ അച്ഛൻ. കൂടപ്പിറപ്പായ സുഹൃത്തിന്റെ മകൾ തനിച്ചായി ജീവിക്കുന്നതിന്റെ വിഷമം അന്ന് അച്ഛനിൽ കണ്ടതുകൊണ്ടാ ഒരു എതിർപ്പും പറയാതെ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നല്ലതിനു വേണ്ടി ചെയ്തതാ ഇതെല്ലാം. പക്ഷേ നീ വാശിയും വൈരാഗ്യം കൊണ്ട് എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് തന്നെ ഇതെല്ലാം ബോധ്യപ്പെടും. അന്ന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയം പോലും നിനക്ക് കിട്ടിയെന്ന് വരത്തില്ല. നെല്ലിശ്ശേരിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ? പറ്റും. പുറത്ത് നിന്നുകൊണ്ട്
നിന്നെ ഉൾപ്പെടെ എല്ലാത്തിനെയും ഞാൻ കൊന്നേനെ. എന്നെ വിവാഹം കഴിച്ചതും നെല്ലിശ്ശേരി എന്ന നരകത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോയതും പുണ്യപ്രവൃത്തിയായെന്നൊന്നും പറയണ്ട. ചെയ്ത തെറ്റുകളുടെ പ്രായശ്ചിത്തത്തിന്റെ ഫലമായിട്ടാ എന്നെ നീ ഭാര്യയാക്കിയതും നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയതും. നീ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ എല്ലാവരും കണ്ട എന്റെ മുഖത്തെ നാണത്തിന് പിന്നിൽ ഞാൻ അന്നേ പക ഒളിപ്പിച്ചിരുന്നു. ആ പക കെടാത്ത കനലായി എന്റെ ഉള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സേതുമാധവൻ എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോഴൊക്കെ ആ പകയിൽ നിന്നോട് തന്നെയാ ഞാൻ തിരിച്ചഭിനയിച്ചുകൊണ്ടിരുന്നത്. നീ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അയാളുടെ കഴുത്തറക്കും. പിന്നീട് തലമുറകൾ ആരും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. അതാ എന്റെ അച്ഛനെ ചതിച്ചു കൊന്നതിനുള്ള ശിക്ഷയും എന്റെ അച്ഛനു വേണ്ടി മകളായി ഞാൻ ചെയ്യുന്ന പ്രതികാരവും. ഞാൻ പറയുന്നതാ സേതുമാധവൻ ഇപ്പൊ വേദവാക്യം. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാ ഞാൻ കളിക്കുന്നത്. അയാളുടെ ജീവൻ എടുക്കുന്നതിന് തൊട്ടു മുമ്പായിരിക്കും ഞാൻ ആരാണെന്നും എന്തുദ്ദേശത്തോടെയാണ് ഞാൻ അവിടെ ജീവിച്ചതെന്നും സേതുമാധവൻ ശരിക്കറിയാൻ പോകുന്നത്. ഇനി നീ നിന്റെ അച്ഛനെ കാണില്ല. അയാളുടെ ദാരുണമായ മരണവാർത്ത കേൾക്കുന്നതല്ലാതെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കില്ല. അയാളുടെ ജീവൻ പോകുന്ന പെടച്ചില് ഞാൻ തന്നെ അയാളോട് പറയും. മൂത്ത മകന് അവന്തിക വിധിച്ച ഈ നരകയാതനകളെ പറ്റി കൊല്ലും ഞാൻ അയാളെ. കൊരവള്ളി ആർത്ത് തന്നെ ഞാൻ കൊല്ലും. അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? എന്റെ അച്ഛന്റെ സഹോദരങ്ങളുടെ സന്തോഷത്തിനും നല്ലൊരു ജീവിതത്തിനും നിന്നെ ഞാൻ കൊന്നാൽ അവിടെ തീർന്നില്ലേടിയെല്ലാം. എന്നെ കൊല്ലാൻ വേണ്ടിയാ ഈശ്വരൻ എന്റെ ജീവിതം ഇങ്ങനെ നീട്ടി തന്നിരിക്കുന്നത്. നീ മരിക്കുന്ന ദിവസവും എന്റെ അച്ഛനും സഹോദരങ്ങളും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിവസവും ഇന്ന് തന്നെയാണ്. കീഴക്കടവിടെ ചേച്ചി ഇത് എവിടെ പോയതായിരുന്നു? എന്തേ? അല്ല, കുറെ നേരം ആയല്ലോ പോയിട്ട്. എനിക്കൊന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി അമ്മാവനെ ഒന്ന് കണ്ടു. ആരെ? ഹരിഹരന്റെ അമ്മാവനെയോ? അമ്മാവനെ കാണാൻ പോയതായിരുന്നെങ്കിൽ എന്നോട് കൂടി പറയായിരുന്നില്ലേ? ഞാനും വരുമായിരുന്നല്ലോ. എത്ര നാളായി അമ്മാവനെ ഒന്ന് കണ്ടിട്ട്. മുൻപ് വല്ലപ്പോഴൊന്ന് വിളിക്കെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അമ്മാവന് ഇപ്പൊ മറ്റൊന്നിനും സമയമില്ല. വലിയൊരു ജോലി ഞാൻ ഏൽപ്പിച്ചിരിക്കുക. ജോലിയോ? എന്ത് ജോലി? അതൊക്കെയുണ്ട്. വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാ. കണ്ണൊന്ന് തെറ്റിയാ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നൊരു ജോലി. അതുകൊണ്ട്
ഇപ്പൊ നീ തൽക്കാലം അമ്മാവനെ കാണാൻ പോണ്ട. എങ്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരുന്ന എന്താ? ഞാൻ പറഞ്ഞില്ലേ, ചില വലിയ പരിപാടികളിലാ പുള്ളി. അതൊക്കെ കഴിഞ്ഞിട്ട് വരും. ചേച്ചി എന്താ ഈ വാലും തുമ്പും ഇല്ലാതെ ഓരോന്ന് പറയുന്നേ? പൊതിഞ്ഞ് പറയേണ്ടത് അങ്ങനെ തന്നെ പറയണ്ടേ? ചേച്ചി എന്താ ഇപ്പോഴും എന്നിൽ നിന്ന് ഓരോന്ന് ഒളിപ്പിക്കുന്നേ? ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ ചേച്ചിക്ക്? അത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ കാര്യമൊന്നും അല്ല. നിന്നിൽ നിന്ന് ഞാനൊന്നും ഒളിപ്പിച്ചു വെക്കുന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ തുടരുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് അറിയോ നിനക്ക്? അത് നമ്മളെ ദ്രോഹിച്ച ഇവിടെയുള്ളവരോട് പ്രതികാരം ചെയ്യാൻ. ആണല്ലോ. അപ്പൊ പ്രതികാരം മനസ്സിലിട്ട് നടന്നാ മതിയോ? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ നമ്മള്? അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ആ അമ്മാവനെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇനി ഒന്നിനും അങ്ങോട്ട് സമയമില്ല നമുക്ക്. ഇത്രയും നാള് കാത്തിരുന്നത് തന്നെ സന്ദീപിനെ നിനക്ക് കിട്ടാൻ വേണ്ടിയാ. അതിനൊരു തീരുമാനം ഉണ്ടായ സ്ഥിതിക്ക് ഇനി നടക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ശരികളുമാ. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നീയും എന്നെ സഹായിക്കണം. എന്ത് എപ്പോഴെന്നൊക്കെ വഴിയെ ചേച്ചി പറഞ്ഞുതരാം. ഓക്കേ? ചേച്ചി നിന്നെ ചേച്ചിയുടെ കഴുത്തിൽ എന്തോ ഒരു പാട് പോലെ. അത് എന്തോ അലർജി പോലെ വന്നതാ. ഡോക്ടറിനെ കണ്ടു, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഹരിഹരൻ അമ്മാവനോ? അതാരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ? എന്തിന്? സച്ചേന് കുടിക്കാൻ വെള്ളം വേണമായിരുന്നോ? വെള്ളമൊന്നും വേണ്ട. പിന്നെ അതൊക്കെ പറയാം. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. താനേ ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ട്? ഇന്ന് മുതല് ഒരു കുഞ്ഞിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം നമുക്ക്. എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. താനെന്തേ നോക്കുന്നേ? വല്ലാത്തൊരു സ്മെല്ല് വരുന്നു. സ്മെല്ലോ? എന്ത് സ്മെല്ല്? സച്ചേൻ എന്താ സ്പ്രേയിലാണോ കുളിച്ചേ? അത് ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആവാൻ വേണ്ടി. സ്പ്രേയിലാണോ റൊമാൻസ് ഇരിക്കുന്നത്? താൻ ഓരോന്ന് ചോദിച്ചെന്നെ കുഴപ്പിക്കാതെ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറ. എന്തിനെ കുറിച്ച്? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച്. കുഞ്ഞിനെ കുറിച്ച് കൂടുതലായിട്ട് എന്ത് പറയാനാ? എല്ലാവരെയും പോലെ നമുക്ക് ഒരു കുഞ്ഞ് വേണം. ഇത്രയും നാള് നമ്മളൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. അല്ല, തനിക്കിപ്പോ അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? ഞാനല്ലേ സച്ചേനോട് അതേപ്പറ്റി പറഞ്ഞത്, എത്രയും വേഗം എനിക്കൊരു അമ്മയാവണമെന്ന്. എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കി നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. അത് തന്നെ. ഈ ടെൻഷന്റെ ഒക്കെ ഇടയിൽ പെട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചേയില്ല എന്നുള്ളതാ സത്യം. അതിനൊക്കെ പ്രധാനമായും വേണ്ട ഒന്നാണ് സച്ചേട്ടാ, ഈശ്വരാനുഗ്രഹം. ഈശ്വരന്റെ നല്ല അനുഗ്രഹം ഉണ്ടെങ്കിലേ കുഞ്ഞിന്റെ കാര്യമൊക്കെ നടക്കൂ. അങ്ങനെയാണോ? എങ്കിലൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കേ നാളെ രാവിലെ പോവാം. ഇനി പ്രാർത്ഥിക്കാത്തോണ്ട് ഒരു തടസ്സവും ഉണ്ടാവണ്ട. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മുടെ പാതി നമുക്ക് ചെയ്യാം, ബാക്കി പാതി ഈശ്വരൻ ചെയ്തോളും. താൻ വാ. താനിതെവിടെ പോകുന്നു? നാളെ അമ്പലത്തിൽ പോണ്ടേ രാവിലെ? അത് നാളെയല്ലേ? താൻ അതിന് ഇപ്പോഴേ റെഡിയാവാൻ പോകണം.
അമ്പലത്തിൽ പോയി നമുക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കാനല്ലേ നമ്മൾ പോകുന്നേ? ഉം. അത്രയും വലിയ പ്രാർത്ഥനയാകുമ്പോ ശരീരവും മനസ്സും ഒക്കെ വളരെ ശുദ്ധിയോടുകൂടി വേണം പോവാൻ. ആ, എടോ അത് നാളെയല്ലേ? നാളത്തെ കാര്യം തന്നെയാ ഞാൻ ഈ പറയുന്നത്. ശരീരശുദ്ധിയില്ലാതെ എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഫലം കിട്ടില്ല. ഞാനിത് പറഞ്ഞു തന്നിട്ട് വേണോ സച്ചേട്ടൻ അറിയാൻ? ശരി, സമ്മതിച്ചു. ഇപ്പൊ എന്താ വേണ്ടേ? എന്റെ അടുത്തുനിന്ന് മാറിക്കിടക്കണം. മാറിക്കിടക്കാനോ? അപ്പോ നമ്മുടെ പാതി? ആദ്യം ഈശ്വരന്റെ പാതി, അത് കഴിഞ്ഞിട്ട് ബാക്കി. വല്ലാത്തൊരു ചതിയായിപ്പോയി. സച്ചേട്ടൻ മാറിക്കിടക്കുന്നോ അതോ ഞാൻ സ്നേഹയുടെ മുറി പോയി കിടക്കണോ? അയ്യോ വേണ്ടേ, ഞാൻ മാറിക്കിടന്നോളാം. എന്തു പറ്റും മോളെ? എന്തോ ഒരു തളർച്ച പോലെ. എടുത്തി വരുന്നു മോളെ. എന്താ? ഇവക്കെന്തോ തളർച്ച പോലെന്നോ? ഏയ്, അത് പേടിക്കാനൊന്നുമില്ല. ഈ സമയത്ത് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്. നീ ഇരിക്കെ, നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം എടുത്തോണ്ട് വരാം. ക്ഷീണമൊക്കെ ഞാൻ ഇപ്പം മാറ്റിത്തരാം. മോളെ ആശുപത്രി പോണോ? ഏയ്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ണു അടച്ച് മടമടാന്നങ്ങ് കുടിച്ചേ. കുടിക്ക. പാലൊന്നും ഇപ്പൊ വേണ്ട ഏട്ടത്തി. ഇത് വെറും പാലൊന്നുമല്ല. ഇതില് ഞാൻ എന്തൊക്കെ ചേർത്തോന്ന് അറിയാവോ? ബദാമും കുങ്കുമപ്പൂവും കൂടി മിക്സ് ചെയ്ത് ചേർത്ത മീര സ്പെഷ്യൽ പാലായത്. ദാ ഒറ്റ വലിക്കങ്ങ് കുടിച്ചു. കുടിക്ക. ഇത് ഞാനിപ്പോ കുടിച്ചാ വൊമിറ്റ് ചെയ്യും. അതാ മോളെ. നീ നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലേ അതിന്റെ ഏനക്കേട്ട് അകത്ത് കിടക്കുന്ന കുഞ്ഞിന്. നല്ലോണം പോഷകാഹാരങ്ങളൊക്കെ കഴിച്ചാലേ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റും. ദാ ഇതങ്ങെടുത്ത് കുടിച്ചേ. കുടിക്കും മോളെ. അവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ കുടിച്ചോളാം. ആഹാ, നീ ഇത് വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാലേ ഇതിന്റെ ഗുണമൊക്കെ പോവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കുടിക്ക. അതെ, വേണ്ടാത്ത ആളെ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നേ? അവൾക്ക് വേണ്ടാന്ന് പറയുമല്ലേ? അവൾ അതൊക്കെ പറയും. ജനിക്കുന്ന കുഞ്ഞിന് കുഴപ്പമൊന്നും വരാതിരിക്കണമെങ്കിൽ ഇതൊക്കെ കുടിക്കണം. ഓ, അങ്ങനെയാണോ? എങ്കിൽ വേണ്ടാത്ത ആളെ നിർബന്ധിച്ച് കുടിപ്പിക്കണ്ട. ആവശ്യമുള്ളവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പോരാ, കുങ്കുമപ്പൂ കുറച്ചുകൂടെ വേണമായിരുന്നു. ആതിരെ ഇത് കുടിക്കാതിരുന്നത് തന്നെയാ നല്ലത്. ഗർഭിണിയെക്കാളും കൊതിയും പരവേശവും നിനക്കാണല്ലോ കൂടുതലും. ഇത് ഗർഭിണികൾ മാത്രമേ കുടിക്കാവുന്നൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഇന്നും എനിക്കും ഇതുപോലെ ഉണ്ടാക്കി തരണേ. മോള് ചെന്ന് മോളുടെ ചേച്ചിയോട് പറ, എന്നും രാവിലെ ഇതുപോലെ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ച് തരാൻ. ഓ,
ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇവക്ക് വേണ്ടിട്ടാ. നീ അത് കുടിച്ചപ്പോ ഞാൻ മിണ്ടാതെ നിന്നതേ ഒരു ഗ്ലാസ് പാലിന് എനിക്ക് നിന്നെ തല്ലാൻ വയ്യാത്തോണ്ടാ. ഞാൻ നിനക്ക് വേറെ ഉണ്ടാക്കിത്തരാം. ശരിക്കും എന്തിനാ ഈ പ്രഹസനമൊക്കെ? ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടിയോ? അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ആതിരി പ്രസവിക്കും. നേരാവണ്ണം അല്ലാതെ ഇവള് ഗർഭിണി ആയതുകൊണ്ട് നല്ലൊരു കുഞ്ഞിനെ തന്നെ കിട്ടും. ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞിനൊക്കെ ഒരു കുഴപ്പവും വരില്ല. നേരാവണ്ണം അല്ലാതെ ഉണ്ടായ കൊച്ചോ? ആതിരി എന്താ പല ഇഞ്ചക്ഷനും എടുത്താണോ ഗർഭിണിയായത്? നിന്നെ വിഷമിപ്പിക്കാൻ ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊന്നും കേട്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ സന്ദീപ് നിന്നെ വേണ്ടാന്ന് വെച്ചതും ആതിരി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതും. എടുത്തി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടത്തി പറഞ്ഞ പോലെ ആതിരെ വിഷമിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ എന്തെങ്കിലും പറഞ്ഞാലുടൻ തകർന്നു പോകുന്നവരല്ല ഞങ്ങൾ ആരും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആതിരെ ഈ വീട്ടിലെ മരുമകളാ. നീ ഈ വീട്ടിലെ മരുമകളുടെ അനിയത്തി. അതായത് നിന്നേക്കാളും അവകാശവും അധികാരവും ഈ വീട്ടിൽ ആതിരയ്ക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.